കർത്താവിൻ്റെ അതിപരിസമായ നാമം ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 1 കൊരിന്ത്യർക്കെതിരെ ലേഖനം 15-ാം അധ്യായം എൻ്റെ 50, 51, 52 വാക്യങ്ങൾ. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിൽ പെട്ടെന്ന് കണ്ണിവയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ച രക്ഷയമായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും എന്ന് പൗലോസോട് പറയുക. ഹല്ലേലൂയ. വളരെ ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന, അല്ലെ നാളെ, അല്ലെ അടുത്ത ദിവസം എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം, സംഭവിക്കാൻ പോകുന്ന അതിമഹത്തായ അതിശക്തമായ ചില ദൈവിക മർമ്മങ്ങളാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഹല്ലേലൂയ. അന്ത്യകാഹളനാദത്തെങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. അപ്പൊ അന്ത്യകാഹളനാദത്തെങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ എന്ന് പറയുമ്പോൾ അതിനെയൊക്കെ നമ്മൾ എങ്ങനെ വിലയിരുത്തും? കണ്ണിവെക്കുന്നത് ഒരു കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ്, നൊട്ടി നേരത്തിനുള്ളിൽ. ഹല്ലേലൂയ എന്നൊക്കെയാണ് കർത്താവ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അത്ര സൂക്ഷ്മതയുള്ളവരായി നാം ജീവിച്ചില്ലെങ്കിൽ നമുക്ക് രൂപാന്തരപ്പെടാൻ കഴിയത്തില്ല. ഈ ലോകത്തിൽ എൻ്റെ നിങ്ങളുടെ ജീവിതം എത്ര സൂക്ഷ്മതയോടെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ചെങ്കിൽ ആണ് നമുക്ക് കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടാൻ കഴിയുള്ളൂ എന്നുള്ള ദൈവവചന മർമ്മത്തെ നാം വളരെ അതിനെ വില കൊടുത്ത്, അതിനെ വളരെ പ്രാധാന്യം കൊടുത്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ കഴിയുള്ളൂ. രക്തം ചെയ്യാം. അതുകൊണ്ടാണ് ഈ 50-ാം വാക്യം പറയുന്നത്, സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയില്ല. മാംസരക്തങ്ങൾ ഈ ഭൂമിയിലെ ചിന്തകളും ഭൂമിയിലെ അവസ്ഥകൾ കൊണ്ടും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടന്നാൽ ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ദ്രവിച്ചു പോകുന്ന ശരീരമാണ്. അപ്പൊ അദ്രവത്വം ദ്രവത്വം ഇല്ലാത്തത് വേണം നമുക്ക് പ്രാപിക്കാൻ. അപ്പൊ ദ്രവിച്ചു പോകുന്ന അദ്രവത്വത്തെ അവകാശമാക്കിയില്ല എന്ന് പറയുമ്പോൾ ഇവിടെയും ആ വചനത്തിന് മർമ്മം നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് എൻ്റെ നാളുകളെ പുതുക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. എൻ്റെ നാളുകളെ എണ്ണുവാൻ കഴിയണമെന്ന് സങ്കീർത്തനം നമ്മൾ വായിക്കുന്നവരെ നമ്മുടെ നാളുകളെ എല്ലാ ദിവസവും എണ്ണി നമ്മൾ പുതുക്കി വേണം കഴിയുവാൻ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയം സ്വർഗത്തേക്ക് ഉയരണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയം, അതുപോലെ നമ്മുടെ കണ്ണുകൾ, ദാവീദ് പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്ന പറഞ്ഞ പോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയരണം. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിലുള്ള നമ്മുടെ കാലം അല്പം മാത്രമാണ്. ഈ ഭൂമിയിലുള്ള നമ്മുടെ കാലം എന്ന് പറഞ്ഞാൽ അല്പം മാത്രമാണ്. മോശയുടെ സംഭാഷണത്തിൽ മോശ പറഞ്ഞത് നോക്കുകയാണെങ്കിൽ മനുഷ്യന്റെ ആയുസ് 70, ഏറെയായാൽ 80 എന്നാണ് 90-ാം സങ്കീർത്തനം 10 പറയുന്നത്. അപ്പൊ നമുക്ക് അല്പകാലം മാത്രമേ ഉള്ളൂ ശ്രോതാവിയുടെ. അതൊക്കെ അറിഞ്ഞു വേണം നമ്മെ നിഗളിക്കുവാൻ. ചിലരുടെ നികള മനോഭാവവും അഹങ്കാരവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവരെന്തോ 1000 വയസ്സ് വരെ ജീവിക്കുമെന്നാണ് അവരുടെയൊക്കെ ചിന്ത. ഭൂമിയിലെ ഏറ്റവും കൂടുതൽ വയസ്സ് ജീവിച്ചിരുന്ന മെതുശലഹ 969 വർഷം. ചിലരൊക്കെ അതിനെക്കാട്ടി മുമ്പിൽ പോകുമെന്നായിരിക്കും ചിന്തിക്കുന്നത്. എന്നാൽ ഈ അല്പകാലം മാത്രം നമുക്ക് ജീവിതം തന്നിരിക്കുന്ന ഈ ഭൂമിയിൽ എല്ലാ ദിവസവും നാം പുതുക്കപ്പെട്ട് ജീവിക്കണം. എല്ലാ ദിവസവും പുതുക്കം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ ജീവിക്കുവാൻ പോകുന്ന ദിവസങ്ങളോ ആ കോടാനുകൂടി ആ യുഗങ്ങളെ കുറിച്ചായിരിക്കണം നമ്മുടെ പ്രത്യാശ. ഇവിടെ നമുക്ക് അല്പ ദിവസം മാത്രമാണ്. എന്നാൽ സ്വർഗത്തിൽ നമ്മൾ നിത്യമായ രാജ്യത്തിൽ സ്വർഗീയപർദീസിൽ ജീവിക്കാൻ പോകുന്ന ദിവസങ്ങളെക്കുറിച്ചും കോടാനുകൂടി ആ യുഗങ്ങളെക്കുറിച്ചും പ്രത്യാശയുള്ളവൻ. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ മാലിന്യങ്ങൾക്കകത്ത് ഒരിക്കലും വഴുതി വീഴാതെ ആ കോടാനുകൂടി യുഗം സ്വർഗത്തിൽ വാഴുവാൻ, സ്വർഗത്തിൽ വസിക്കുവാൻ, പിതാവ് പുത്ര പരിശുദ്ധാത്മാവോടൊപ്പം ചേർന്ന് വസിപ്പാൻ, അവിടെ നമ്മൾ ചെന്നെത്തുവാൻ വേണ്ടിയുള്ള പ്രത്യാശയുടെ ആയിരിക്കണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ ലോകം ഒന്നും ശാശ്വതമല്ല ശ്രോതാവേ. ഈ ലോകം നമുക്ക് അനുകൂലമല്ല.
അല്ലേലിയ. എത്ര പടുത്തുയർത്തിയാലും എത്ര വാരിക്കൂരിയാലും എല്ലാം തകർന്ന് തരിപ്പണമാകും. നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രങ്ങളെ സ്ഥിതി നമ്മൾ കണ്ടില്ലേ, എന്താണ് നടക്കുന്നത്? അല്ലേലിയ. മനുഷ്യൻ അഹങ്കാരത്താൽ നിറയപ്പെട്ട അഹങ്കാരം, ഏകാധിപത്യം പോലെ പല രാജ്യങ്ങൾക്കകത്തും അധികാരങ്ങൾ ആമെ കൈയാളുകയാണ്. അല്ലേലിയ. മനുഷ്യനെങ്ങും സമാധാനമില്ല. അല്ലേലിയ. ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമുള്ള മനുഷ്യൻ, ആ മനുഷ്യന്റെ അഹങ്കാരം എത്ര വലുതാണെന്ന് ഓർത്തു നോക്കണം. അതിന്റെ നടുവിലാണ് പൗലോസ് പറയുന്നത്, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യ സ്വർഗരാജ്യം അവകാശമാക്കാൻ കഴിയില്ല. ഈ ദ്രവത്വമായ ശരീരത്തിന് അദ്രവത്വമായതിനെ പ്രാപിക്കാൻ കഴിയില്ല. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ആത്മരക്ഷ പ്രാപിച്ച് ജീവിത വിശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ച് ദൈവഹിതം ദൈവവചനമനുസരിച്ച് ജീവിക്കുന്ന പ്രത്യാശയുള്ള ദൈവമക്കൾ അന്ത്യകാഹളനാദത്തിൽ പെട്ടെന്ന് കണ്ണിവയ്ക്കുന്നിടയിൽ നാം എല്ലാവരും വീണ്ടെടുക്കപ്പെട്ടവരെല്ലാവരും രൂപാന്തരപ്പെടും. അത് നമ്മുടെ പ്രത്യാശയാണ്. രക്തം ചെയ്യാം. നിങ്ങൾക്ക് ആ പ്രത്യാശയുണ്ടോ സഹോദര സഹോദരി? അല്ലേലിയ. ഞാൻ ഈ പുറത്തൊക്കെ പോകുമ്പോൾ ചില മിനിറ്റുകൾ ദൈവത്തിനൊക്കെ പ്രസംഗിക്കും. ആരുമില്ല, ഞാൻ തന്നെയൊക്കെ ഉള്ളൂ. അങ്ങനെ കൂട്ടത്തിൽ ആളൊന്നുമില്ല. പിന്നെ കേൾവിക്കാരൊക്കെ ഉണ്ടാകും അവിടെ ഇവിടെയൊക്കെ. അപ്പം മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പാപപ്രവൃത്തികൾ കാണുമ്പോൾ വളരെ സങ്കടമാണ്. ഹൃദയത്തിന്റെ വേദന അപ്പോൾ തോന്നുമ്പോൾ ഈ വചനമൊക്കെ വിളിച്ചു പറയും. അപ്പോൾ ആളിലൊന്നും നോക്കത്തില്ല. കാരണം എത്ര ദ്രവത്വമുള്ള ശരീരം ഈ ഭൂമി ജീവിക്കുന്ന കാലഘട്ടത്തിൽ ചെയ്തു കൂട്ടുന്ന പാപപ്രവൃത്തികൾ, അവരോട് യുവത്വത്തിന്റെ തിളപ്പല്ലേ പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല. ഞാനുമൊക്കെ അങ്ങനെ ആയിരുന്നു. പക്ഷെ എന്നെ ദൈവം തൊട്ട് വേർതിരിച്ച് ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവന്നത് കൊണ്ടാണ്. എൻ്റെ പണ്ടേ ഞാൻ ഒരുപിടി മണ്ണായി പോയേനെ. രക്തം ചെയ്യും. ഞാൻ വളരെ സന്തോഷമാണ്. കാരണം എനിക്ക് നിത്യതയിൽ എൻ്റെ കർത്താവിൻ്റെ അരികിൽ കോടാനുകോടി യുഗങ്ങൾ വാഴാം എന്നുള്ള പ്രത്യാശ എൻ്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ. രക്തം ചെയ്യും. നിങ്ങൾക്ക് ആ പ്രത്യാശയുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ലോകത്തെ വിട്ടിട്ട് ദൈവരാജ്യത്തെ സ്വീകരിക്കണം. ലോകത്തെ വിടുകയെന്ന് പറഞ്ഞാൽ ലോകത്ത് ഓടിപ്പോകാനല്ല. ഈ ലോകക്കാരോടൊപ്പം ജീവിക്കേണ്ടതില്ല. ഈ ലോകത്ത് നിങ്ങൾ ജീവിക്കുമ്പോൾ ലോകക്കാർ ജീവിക്കുന്ന പോലെ ജീവിക്കരുത്. ദൈവവചനം പറയുന്നത് അനുസരിക്കണം. രക്തം ചെയ്യും. അപ്പം നിങ്ങളെ പുതുതാക്കണമേ കർത്താവ് എന്ന് നിങ്ങൾ പറയുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തെ പുതുതാക്കും. നമ്മൾ ആവശ്യപ്പെടുന്നതാണ് ദൈവം നമുക്ക് തരുന്നത്. ഒരു കടയിൽ ചെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്ന സാധനമാണ് നിങ്ങൾക്ക് തരുന്നത്. ഒരു കുഞ്ഞിന് വിശക്കുമ്പോൾ കുഞ്ഞ് കരയുന്ന ചോദിക്കുമ്പോൾ ആ കുഞ്ഞിന് അമ്മ പാല് കൊടുക്കുന്നത്, അതിന് വയറിനുള്ള ആഹാരം കൊടുക്കുന്നത്. കരയുന്ന കാക്കക്കുഞ്ഞിൻ്റെ അതിൻ്റെ ആഹാരമെന്ന വചനം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കർത്താവോട് ചോദിക്കുമ്പോഴാണ് കർത്താവ് നമുക്ക് സകലവും തരുന്നത്. ഒരപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നതെന്ന് നമ്മൾ 103 സങ്കീർത്തനമൊക്കെ വായിച്ചാലും കാണാൻ കഴിയും. 13 വാക്യം നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം ദൈവത്തോട് നാം ചോദിക്കണം, കർത്താവ് എന്നെ ഒന്ന് പുതിയതാക്കി എടുക്കണമേ, എന്നെ ഒന്ന് പുതുതാക്കണമേ. കഴിഞ്ഞകാല ജീവിത സ്വഭാവങ്ങൾ, കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ എല്ലാം മാറ്റി എനിക്ക് പ്രത്യാശയുള്ള അന്ത്യകാഹളനാദത്തെങ്കിൽ കല്ലുരിയ പെട്ടെന്ന് കണ്ണുവയ്ക്കുന്നതിന് നാം എല്ലാവരും രൂപാന്തരപ്പെടുന്ന കൂട്ടത്തിൽ കർത്താവ് എനിക്കും ചേരണം. പേർ വിളിക്കുമ്പോൾ എൻ്റെ പേരും കൂടെ കാണണം എന്ന് നിങ്ങൾ കർത്താവിനോട് പറയുമ്പോൾ ഹല്ലേലൂയ, നിന്റെ നിരാശാജനകമായ ജീവിതത്തിനകത്ത് ദൈവം പ്രത്യാശ തരും. മനുഷ്യന്റെ ജീവിതം താൻ നിരാശകൾ കൊണ്ട് നിറയപ്പെട്ടതാ. ഹല്ലേലൂയ. കണ്ണുനീരും ദുഃഖം കൊണ്ട് നിറയപ്പെട്ടതാ. നാളെ എന്ത് ചെയ്യുമെന്നുള്ളത് പലരും ഭാരപ്പെടുകയാണ്. ജീവിതം തകർന്ന് തരിപ്പണമായി കടക്കണികൾ കൊണ്ട് നിരാശയുടെ വക്കിയുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ അനുഭവത്തിൽ ഒക്കെ കഴിയുന്നവരുണ്ട്. നമുക്ക് കുടുംബമായിട്ട് ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ഭർത്താക്കന്മാർ മരിച്ചു പോകുന്നു, കുഞ്ഞുങ്ങളും ഭാര്യ ഒറ്റപ്പെടുന്നു. ഭാര്യമാർ മരിച്ച് ഭർത്താക്കന്മാർ കുഞ്ഞുങ്ങളുമായിട്ട് ഒറ്റപ്പെടും. നിരാശയാണ്. ബിസിനസ്സിൽ പരാജയപ്പെടുന്നു. കൃഷി വെള്ളം കയറി അല്ലെങ്കിൽ കാറ്റ് വന്ന് പ്രകൃതിക്ഷോഭം നഷ്ടപ്പെട്ടു. ആടുമാട് കന്നുകാലികൾ അനുദിനം ചത്തുപോകുന്നു. ജോലി നഷ്ടപ്പെടുന്നു. ശാരീരികമായ രോഗങ്ങൾ, മാനസികമായ പീഡകൾ വർദ്ധിക്കുന്നു. ഇതുകൊണ്ടൊക്കെ മനുഷ്യൻ നിരാശനാണ്. അല്ലേ? അങ്ങനെ എല്ലാ വിധത്തിലും മദ്യം കൊണ്ടും മയക്കുമരുന്ന് കൊണ്ടും തലമുറ നഷ്ടപ്പെടുമ്പോൾ കുടുംബത്തിനകത്തെ അരാജകത്വം, കുടുംബത്തിനകത്ത് അസമാധാനം കടന്നു വരുമ്പോൾ എല്ലാവരും നിരാശരാണ്. പക്ഷെ ഈ നിരാശയുടെ നടുവിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. ഞാനിങ്ങനെയുള്ള ചില സ്റ്റേജുകളിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്നെ ഒന്ന് പുതിയതാക്കി, എൻ്റെ മനസ്സും ശരീരവും എൻ്റെ ഹൃദയവും ഒന്ന് പുതിയതാക്കി എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമെന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു.
കർത്താവ് എൻ്റെ മാനസികമായ നിരാശകളും സങ്കടങ്ങളൊക്കെ മാറ്റി ഓരോ ദിവസവും എന്നെ ദൈവം രൂപാന്തരപ്പെടുത്തുകയാണ്. ഞാൻ രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ. എനിക്ക് ഒറ്റ പ്രതീക്ഷ, എൻ്റെ കർത്താവിൻ്റെ വരവെങ്കിൽ, ഹല്ലേലൂയ, ആ നിത്യമായ രാജ്യത്തിൽ എനിക്കും ഉണ്ടാകണം. കോടാനുകൂടി വിശുദ്ധന്മാരോടും ഉണ്ടല്ലോ, കെരൂബുകളും സാറാഫുകളും ആമേൻ ദൂതന്മാരും ഒക്കെയുള്ള സ്വർഗത്തിൽ കോടാനുകൂടി യുഗം എൻ്റെ കർത്താവിനോട് കൂടെ വാഴണമെന്നുള്ള ഹല്ലേലൂയ പ്രത്യാശയാണ് എനിക്കുള്ളത്. നിങ്ങൾക്കും ആ പ്രത്യാശ ഉണ്ടാകട്ടെ. നമ്മൾ അങ്ങനൊക്കെ വേണം ജീവിക്കാൻ കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് നിരാശയുണ്ട്. ഞാൻ ഒരുപാട് പേരോട് സംസാരിക്കുന്നത് അവരുടെ എല്ലാം ജീവിത സങ്കടങ്ങളാണ് പറയുന്നത്. ഞാൻ അവരോടൊക്കെ പ്രത്യാശയുടെ വാക്ക് പറഞ്ഞു കൊടുക്കും. കാരണം ഒരുപാട് സങ്കടത്തിലൂടെ കടന്നുപോയ സാഹചര്യങ്ങളിൽ അനവധി ആളുകളുടെ പ്രത്യാശയുടെ വാക്കുകൾ എൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാവരും പ്രത്യാശയുടെ വാക്കേ പറയുള്ളൂ. കാരണം വേദനയിലിരിക്കുന്നത് അവരുടെ സങ്കടങ്ങളുടെ നടുവിൽ നമ്മൾ അവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയരുത്. ഹല്ലേലൂയ. അവർക്ക് ഒരു പ്രത്യാശയുടെ വാക്ക് പറഞ്ഞു കൊടുത്താൽ ഒരുപക്ഷെ ആ മനുഷ്യന്റെ ജീവിതം തന്നെ അതിനോടുകൂടി രക്ഷപ്പെടുമെന്നാണ്. ഹല്ലേലൂയ. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായി സംസാരിക്കുന്ന വചനം പറയുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും പുതുതാക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ആത്മീയ ജീവിതത്തെ പുതിതാക്കണം. മാത്രമല്ല നമ്മുടെ ശരീരത്തെ നമ്മൾ പുതിതാക്കിയെടുക്കണം. ഇവിടെ ആത്മാവും ശരീരവും പ്രാണനും, ഹല്ലേലൂയ, ആത്മാവ് പുതുതാകുന്ന പോലെ തന്നെ നമ്മുടെ പ്രാണനും ശരീരവും പുതുതാക്കിയെടുക്കണം. എല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തെ എല്ലാ ദിവസവും പുതുതാക്കിയെടുക്കണം. നമ്മുടെ ശരീരത്തെ എല്ലാ ദിവസവും, കാരണം മണ്ണുകൊണ്ടുള്ള ശരീരം, പൊടി കൊണ്ടുള്ള ശരീരം, നിലത്തെ പൊടിയിൽ നിന്ന് എടുത്തതായി ശരീരം എപ്പോഴും ചെളിയുണ്ട്. നിങ്ങൾ എത്ര വില കൂടിയ സോപ്പിട്ട് കുളിച്ച് നിങ്ങൾ ഇറങ്ങി വന്ന് എത്ര വില കൂടിയ പെർഫ്യൂം അടിച്ചാലും നിങ്ങളുടെ ശരീരത്തുനിന്ന് നിങ്ങളുടെ വെള്ളം തുടച്ചു നോക്കിയാൽ പൊടി അവിടെ ഇളകി വരുന്നതാണ് ചെളി. കാരണം നമ്മൾ പൊടിയാ. അതുകൊണ്ട് നമ്മുടെ ഈ ശരീരത്തിൽ അല്ലടിയ പൊടി പറ്റാൻ ഇടയാകാതെ നമ്മുടെ ശരീരത്തെ നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 6:19 വായിക്കുമ്പോൾ കാണുന്നുണ്ട്, നിങ്ങളുടെ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തെ പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. ഇതൊക്കെ റോമാലേഖനത്തിൽ പൗലോസും ഒക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തെ പുതുക്കണം. എൻ്റെ മനസ്സിനെ, ഹൃദയത്തെ, ശരീരത്തെ പുതുക്കി ഈ ലോകത്തിൽ അന്ത്യകാഹള നാദത്തെങ്കിൽ പെട്ടെന്ന് കണ്ണിവെക്കുന്നതിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യുമെന്നുള്ള ആ ശുഭാപ്തി വിശ്വാസത്തോടെ ആയിരിക്കണം നിന്റെ ജീവിതം. ഹല്ലേലൂയ. ഭൂമി മനുഷ്യൻ ഇപ്പോഴത്തെ രീതി എന്താണെന്ന് പറയുമോ? ഇപ്പം കഴിഞ്ഞിട്ടൊക്കെ ചിലരോട് സംസാരിച്ചു, അവരിലെ ഇപ്പം സ്വർണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സ്വർണത്തെക്കുറിച്ച് പൊന്നു ലക്ഷങ്ങൾ വരെയായി. ഇപ്പം വാങ്ങി വെച്ചാൽ പ്രയോജനം കുറച്ചു കഴിഞ്ഞാൽ വില കൂടും. ഹല്ലേലൂയ. നേരത്തെ വാങ്ങിയൊരു ഭാഗ്യന്മാരാണ്. ഇതൊക്കെ ഇവർക്ക് പൊന്നിനെ കുറിച്ച്, ഈ സ്വർണത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. എന്നെ കേൾക്കുന്ന പ്രശ്നം ഈ ലോകത്തിന്റെ പൊന്നും പണത്തെയും കുറിച്ചല്ല, ഈ ലോകത്തിന്റെ സ്വർണത്തെക്കുറിച്ചല്ല നീ പറയേണ്ടത്. നിന്റെ നിത്യതയെക്കുറിച്ച് വേണം നീ പറയാൻ. നീ എത്ര വലിയ പൊന്ന് സ്വർണം ധരിച്ചാലും ചിലരുടെ ശരീരത്തിൽ കഴുത്തിലൊക്കെ കിടക്കുന്ന 5, 6, 7 പവൻ്റെയാണ്, അല്ലെങ്കിൽ തുടരുപോലെ ഇട്ടിരിക്കുക. എനിക്ക് അസൂയൊന്നുമില്ല കേട്ടോ, ഞങ്ങളത് ഉപയോഗിക്കത്തില്ല, ഞങ്ങൾക്ക് അസൂയൊന്നുമില്ല. പക്ഷേ ഉപയോഗിക്കുന്നതാണ് ഞങ്ങൾ പറയും. അല്ലേലിയ. പക്ഷെ ഇതെന്ത് ചെയ്യും അവസാനം? അല്ലലിയ, മലമായിട്ട് തോന്നും. മലമായിട്ട് തോന്നും. മലമെന്ന് പറഞ്ഞാൽ ഏറ്റവും വിസർജ്യ വസ്തുവല്ലേ. ചുമന്നുകൊണ്ട് നടക്കുന്നതാണെങ്കിലും കണ്ടുകൊണ്ട് നടക്കാൻ പറ്റത്തില്ലാത്ത സാധനം അതിനോട് തുല്യമാക്കി ഈ സ്വർണത്തെ പറഞ്ഞിരിക്കുകയാണ്. വേദപുസ്തകം വാക്യമുണ്ട്, യെഹെസ്കേലിന്റെ പുസ്തകം 7-ാം അധ്യായം 19-ാം വാക്യം. മലമായി ഇതിനെ വീതിയിലേക്ക് വലിച്ചെറിയുമെന്ന കള്ളന്മാർ തുരന്നു വന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകും. ഹല്ലേലൂയ. അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൊന്നിനും പണത്തിനും വേണ്ടിയിട്ടല്ല, ഈ ലോകത്തിന് വേണ്ടിയിട്ടല്ല. ഈ ലോകത്തെ ശരീരത്തെ ശരീരം കൊണ്ട് സുഖമായി ജീവിക്കുവാനല്ല നമ്മൾ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും പുതുക്കപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ വരവേറ്റു വാസനമായ തല തിരിച്ചറിവോടെ രൂപാന്തരപ്പെടുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്. ഹല്ലേലൂയ. അപ്പം നമ്മൾ ഈ ദൈവവചനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സ്തോത്രം, 50-ാം വാക്യം എന്താണ് വായിച്ചത്? 1 കൊരിന്ത്യർ 15:50. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കിയില്ലെന്ന് ഞാൻ പറയുന്നു. ഇവിടെ നമ്മൾ ആ വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ദ്രവത്വമുള്ള ശരീരത്തിന് സ്വർഗം പ്രാപിക്കാൻ കഴിയില്ല. ദ്രവത്വമുള്ള ശരീരത്തിന് സ്വർഗം പ്രാപിക്കാൻ കഴിയില്ല. അതിന് രൂപാന്തരം വരണമെന്ന് ഹല്ലേലൂയ 50-ാം വാക്യത്തിൽ പറയുന്നു.
ഈ ദ്രവത്വമുള്ള ശരീരത്തിൽ രൂപാന്തരം വരണം. നമ്മൾ അദ്രവത്വമായതിനെ ധരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, സ്തോത്രം. അതിന് എല്ലാവരും ദ്രവിക്കണമെന്നില്ല. അല്ലാതെ എങ്ങനെയെന്ന് പൗലോസിന് വെളിപ്പെട്ടു. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി. 1 കൊരിന്ത്യർ 2-ാമത്തെ 7-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, സ്തോത്രം. ദൈവം, ഹല്ലേലൂയ, ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും ദൈവത്തിന് മറഞ്ഞിരുന്നതുമായ, ഒന്നുകൂടെ വായിക്കാം. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രയും മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നത്. ഹല്ലേലൂയ, പൗലോസ് പറയാം. അപ്പം വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടത്, പൗലോസിന് വെളിപ്പെട്ടത്, പഴയ നിയമ ഭക്തന്മാർക്കും മറഞ്ഞിരുന്നത് ആ ദൈവികമായ ജ്ഞാനത്തെയാണ് ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്നത്. കാരണം ഈ ദ്രവത്വമുള്ള ശരീരത്തെ നീ രൂപാന്തരപ്പെടുത്തണം, ദ്രവത്വമുള്ള ശരീരം പുതുക്കിയെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പൗലോസ് ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല പൗലോസ് പറയുന്നത്. ഹല്ലേലൂയ, തത്വജ്ഞാനത്തിന്റെ മറ്റ് വൃഥാലാഭമായ വാക്കുകൾ കൊണ്ടും അല്ല പറയുന്നത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വരച്ച് കാണിച്ചുകൊണ്ട് പൗലോസ് പറയുകയാണ്. ആമേൻ, ദൈവിക ജ്ഞാനത്തിന്റെ മർമ്മം എന്ന് പറഞ്ഞാൽ പൗലോസ് ഇവിടെ അല്ലെങ്കിൽ ദൈവജ്ഞാനത്തെ ഒരു മർമ്മമായി രഹസ്യമായി പറയുക. ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, അല്ലെങ്കിൽ ദുഷ്ടാത്മാവിന്റെ ജ്ഞാനവുമല്ല, പ്രത്യുത മുമ്പ് മറഞ്ഞിരുന്നു, ഇപ്പോൾ മഹത്വത്തോടെ വെളിപ്പെട്ട് വന്നതുമായ ദൈവിക ജ്ഞാനമാണ് പൗലോസ് പറയുന്നത്. ഈ ജ്ഞാനം അഥവാ അറിവ്, ഹല്ലേലൂയ, ഒരുവനെ രക്ഷയിലേക്കും ഭാഗ്യകരമായ പ്രത്യാശയിലേക്കും നയിക്കുന്നു. ഹല്ലേലൂയ. അപ്പം ദൈവിക രാജ്യത്തിന്റെ മർമ്മത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മെ രക്ഷയിലേക്കും ദൈവികമായ ജ്ഞാനത്തിലേക്കും നയിച്ച് ഹല്ലേലൂയ ദൈവാത്മാവ് നടത്തും. ലോകപ്രകാരം മഹാന്മാരായവർക്ക് ആമീൻ അത് മറഞ്ഞിരുന്നു. ലോകപ്രകാരമുള്ള മഹാന്മാർക്കെല്ലാം ഈ സ്വർഗജ്ഞാനം മറഞ്ഞിരുന്നു. ഹല്ലേലൂയ. എന്നാൽ കുലഹീനവും അറിവിൽ ശിശുക്കളുമായിരുന്ന നമ്മക്കാണത് ലഭിച്ചത്. ഹല്ലേലൂയ. കാരണം പഴയ നിയമ വിശുദ്ധന്മാർക്ക് ഇന്നും ലോകത്തിലുള്ള സകല മഹാന്മാർക്കും ആമേൻ ദൈവരാജ്യത്തിന്റെ മർമ്മം മറഞ്ഞിരിക്കുമ്പോൾ കുലീനവും ഹല്ലേലൂയ ആമേൻ ബലഹീനരുമായിരുന്ന ശിശുക്കളുമായിരുന്ന എന്നെ നിങ്ങളെ ദൈവം വിളിച്ചു വേർതിരിച്ച് പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തി കൊടുത്തതുപോലെ സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ട് കർത്താവ് പറയുകയാണ്, ഈ ദ്രവത്വമുള്ള ശരീരം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല. അതുകൊണ്ട് നിന്റെ ശരീരം ദ്രവത്വമുള്ളതുകൊണ്ട് നീ അദ്രവത്വമുള്ളതായി മാറണം, നീ രൂപാന്തരപ്പെടണം. ഹല്ലേലൂയ. രക്തം ചെയ്യണം, രൂപാന്തരപ്പെടണം. സഹോദരി നീ രൂപാന്തരപ്പെടണം, സഹോദരൻ നീ രൂപാന്തരപ്പെടണം. ഹല്ലേലൂയ. നമ്മൾക്ക് നിത്യതയിലുണ്ടായിരിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് പൗലോസ് പറയുകയാണ്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. 1 തെസ്സലോനിക്ക ലേഖനം നമ്മൾ വായിച്ചാൽ അവിടെ കാണാൻ കഴിയും. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം ഹല്ലേലൂയ 13 തൊട്ട് 17 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത്. 4-ാം അധ്യായം 13-ൽ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിക്കുകയും ചെയ്തത് എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവരോട് കൂടെ വരുത്തും. ഇതല്ലേ പ്രത്യാശ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പ്രത്യാശ എന്ന് വരുന്നത് ഹല്ലേലൂയ കർത്താവിന്റെ ഹല്ലേലൂയ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകിയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്തിലൂടെ പറയുന്നു. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഹല്ലേലൂയ അവനുമായി ഹല്ലേലൂയ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ മർമ്മമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഹല്ലേലൂയ. ഈ മർമ്മമാണ് പ്രിയരെ നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് കർത്താവിന്റെ പുനരാഗമനത്തിന്റെ ഗാംഭീര്യത്തെക്കുറിച്ച് പൗലോസ് നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ പൗലോസ് ഒരു കർത്താവിന്റെ പുനരാഗമനത്തിൽ ആമി ത്രിവിധമായ ഗംഭീര ശബ്ദം മുഴങ്ങുന്നു എന്ന് പറയും. 1 കർത്താവിന്റെ ഗംഭീരനാഥം, 2 പ്രധാന ദൂതന്റെ ശബ്ദം, 3 ദൈവത്തിന്റെ കാഹളം. ആമി കർത്താവിന്റെ ആജ്ഞാശബ്ദമായിരിക്കും. രക്തം ചെയ്യം. ഹല്ലേലൂയ. അതുകൊണ്ട് അതിൻ്റെ ഗാംഭീര്യത മനസ്സിലാക്കിക്കൊണ്ട് കല്ലറകളിലുള്ള ആമേൻ വലിയ യേശുവിൻ്റെ അധികാരം പ്രകടമാകുന്ന രംഗമാണ്
കല്ലറകളിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവരുടെ മേൽ യേശുക്രിസ്തുവിന്റെ അധികാരം പ്രകടമാകുന്ന ദിവസം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. പ്രകടമാകുന്ന ദിവസമാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ് ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞതുപോലെ ദ്രവിച്ചു തുടങ്ങിയ ലാസറിന്റെ ശരീരം ജീവൻ പ്രാപിച്ചു പുറത്തു വന്നതുപോലെ കർത്താവ് യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവെങ്കിൽ കർത്താവ് തന്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ കർത്താവിന്റെ അധികാരം ആജ്ഞയോടെ കർത്താവ് കൽപ്പിക്കുമ്പോൾ ലാസർ ദ്രവിച്ച് നാറ്റം വെച്ച് പുഴുവരിച്ച ലാസർ ജീവനോടെ പുറത്തു വന്നതുപോലെ കല്ലറകളിൽ നിദ്ര കൊണ്ടവരെല്ലാം ഉയർത്തെഴുന്നേക്കും. കല്ലറകളിൽ നിദ്ര കൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ദ്രവത്വമായ ശരീരത്തെ അദ്രവത്വം പ്രാപിച്ച് പുതുക്കം പ്രാപിച്ച് രൂപാന്തരം പ്രാപിച്ചവർക്ക് മാത്രമേ കല്ലറകളിലുള്ളവർക്ക് ഉയർക്കുവാൻ കഴിയുള്ളൂ. വീണ്ടെടുക്കപ്പെട്ട ദൈവജനം. ഹല്ലേലൂയ. അപ്പോൾ ലാസർ പുറത്തു വന്നതുപോലെ ഹല്ലേലൂയ കല്ലറകളിലുള്ളവർ എല്ലാം പുറത്തു വരും. അതുപോലെ കർത്താവിന്റെ പുനരാഗമനത്തിൽ അവൻ പുറപ്പെടുവിക്കുന്ന ഗംഭീരനാദത്തെ തുടർന്ന് കല്ലകളിൽ വിശ്രമിക്കുന്ന സകല വിശുദ്ധന്മാരുടെ മൃതദേഹങ്ങൾ പുനരുത്ഥാനം ചെയ്യും. അത് ലാസറിനോട് ആജ്ഞാപിച്ചതുപോലെയുള്ള ഒരു ആജ്ഞാശബ്ദമായിരിക്കും. ഹല്ലേലൂയ. ഇതൊക്കെ അറിഞ്ഞു വേണം നമ്മൾ ജീവിക്കാൻ കേട്ടോ. ഈ ലോകത്തിൽ കുറച്ച് പണത്തിന് വേണ്ടിയിട്ടല്ല ജീവിക്കേണ്ടത്. അതൊക്കെ ദൈവം നമുക്ക് തരുമെന്നേ. ദൈവം തരും. നമ്മുടെ എല്ലാ സങ്കടങ്ങളും ദൈവം മാറ്റിത്തരും. ഞാൻ അങ്ങനെ ഒരുപാട് ദുഃഖങ്ങൾ അതെല്ലാം ദൈവം മാറ്റി. പക്ഷെ നമ്മുടെ പ്രത്യാശ നമുക്ക് സ്വർഗത്തിനെ കുറിച്ചായിരിക്കണം. കൂടാനുകൂടി യുഗം നാം വാഴാൻ പോകുന്ന സ്വർഗത്തെക്കുറിച്ച് ലാസറിനെ ദൈവം പുറത്തു കൊണ്ടുവന്ന പോലെ കല്ലറകളിൽ ഉള്ളവരെ എല്ലാം ദൈവം പുറത്തെടുക്കുമ്പോൾ പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം ഓരോരുത്തരും ആകാശത്തിൽ അവനോടുകൂടെ ഇരിക്കുന്ന മേഘങ്ങൾ എടുക്കപ്പെടാൻ പോകുന്നുള്ള പ്രത്യാശ നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിനോട് ജീവിക്കണം. നിന്റെ ജീവിതത്തെ നീ തകർത്ത് കളയരുത്. നിനക്ക് എന്തു പ്രശ്നം വന്നാലും ഹല്ലേലൂയ നീ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. കർത്താവ് നിന്നെ കൈവിടത്തില്ല. ഭർത്താവ് കൈവിട്ടാലും, ഭാര്യ കൈവിട്ടാലും, മക്കൾ കൈവിട്ടാലും, മാതാപിതാക്കൾ കൈവിട്ടാലും, ബന്ധുക്കൾ ഒരു ഉടയവരും സഹചാരികളും നിന്റെ ചങ്കെന്ന് പറഞ്ഞവരെല്ലാം നിന്നെ കൈവിട്ടാലും ഹല്ലേലൂയ. കർത്താവ് നിന്നെ ഒരിക്കലും കൈവിടുകയില്ല. യേശു പറഞ്ഞു ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ലെന്ന് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കതുപോലെ പാലിക്കുന്നവനാ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ കടന്നു പോകുന്ന വേദനാജനകമായ അനുഭവങ്ങൾ, സങ്കടങ്ങൾ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ അനുഭവങ്ങൾ, നിരാശയുടെ ഇടയിൽ മരിച്ചാൽ മതി എന്നൊക്കെ പലപ്പോഴും നിന്റെ മനസ്സിന്റെ അകത്തളങ്ങളിൽ തീരുമാനമുണ്ടാകുമ്പോൾ അവിടെ നീ അടിപതറിപ്പോകാതെ നീ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് നിനക്കൊരു നിത്യതയുണ്ട്, നിത്യജീവനുണ്ട്, സ്വർഗീയ വാസമുണ്ട്, കോടാനുകോടി യുഗം കർത്താവിനോട് കൂടെ നീ വസിക്കേണ്ടതാണെന്നുള്ള തിരിച്ചറിവോടെ നീ ഓരോ ദിവസം രൂപാന്തരപ്പെടും. നിന്റെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുമ്പോൾ നിന്റെ വേദനകളെല്ലാം മാറും. രക്തം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് പകൽ വേദനയോടെ കടന്നു പോകുന്ന പരിശ്രോതാവേ, നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് അത്ഭുതം ചെയ്യുവാനുണ്ട്. നിന്നെ ദൈവം വിടിവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആ സ്വർഗരാജ്യം ദൈവം നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നു. മഹാന്മാർക്ക് മറഞ്ഞിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തന്നത് നിന്നെ നിത്യതയ്ക്ക് ചേർക്കുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ദ്രവത്വമുള്ള ശരീരത്തെ നീ തിരിച്ചറിഞ്ഞിട്ട് അദ്രവത്വമായതിനെ പ്രാപിച്ച് നീ രൂപാന്തരപ്പെട്ട ഹല്ലേലൂയ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. രക്തം ചെയ്യും. നമുക്ക് കർത്താവുമായിട്ടാണ് ബന്ധം കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനമൊക്കെ പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഹല്ലേലൂയ നമുക്ക് കാണാൻ കഴിയില്ല. ലാസറിനെ പുനരുത്ഥാനം ആ ലാസറിനോടുള്ള ആജ്ഞാപിച്ച പ്രധാന ദൂതന്റെ ശബ്ദമാണ് ആ രണ്ടാമത് മുഴങ്ങുന്നത്. ഹല്ലേലൂയ. രണ്ടാമതുമായ പ്രധാന ദൂതന്റെ ശബ്ദമാണ്. മരിച്ചുപോയ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ പുനരുത്ഥാനത്തിന് വേണ്ടി തങ്ങളുടെ ശരീരത്തിലേക്ക് അഥവാ പർദീസയിൽ നിന്നും ഇറങ്ങി വന്ന് പുനരുത്ഥാനം പ്രാപിക്കുമ്പോൾ ദുഷ്ടാത്മസേനകൾ അവരെ തടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാന ദൂതന്റെ ശബ്ദം മുഴങ്ങുന്നത്. ഹല്ലേലൂയ. അപ്പം പ്രധാന ദൂതന്റെ ശബ്ദം എന്താണ്? കല്ലറകളിൽ ഉറങ്ങുന്ന വിശുദ്ധന്മാർ കർത്താവിന്റെ അല്ലെങ്കിൽ കർത്താവിന്റെ ഗംഭീരനാദത്തോടെ വരുമ്പോൾ പർദീസയിൽ വിശ്രമിക്കുന്ന സ്വർഗീയ പർദീസയിൽ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന വിശുദ്ധന്മാരുടെ ആത്മാക്കളെല്ലാം എന്ത് ചെയ്യും? അവിടെ നിന്ന് പുറപ്പെട്ട് കല്ലറകളിലേക്ക് വരും. കല്ലറകളിലേക്ക് വന്ന് മരിച്ച് കല്ലറകളിൽ ഉറങ്ങുന്നവരെല്ലാം രൂപാന്തരം പ്രാപിക്കുമ്പോൾ അവരെ അതിനെ തടയാതിരിക്കാൻ ഒരുപാട് സാത്താന്യ ശക്തികളുണ്ടാകും. അതിനെ തടയുക. അത് തടയാതിരിക്കാൻ വേണ്ടിയാണ് പ്രധാന ദൂതന്റെ ശബ്ദം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ദുഷ്ടാത്മസേനകൾ അവരെ തടയാതിരിക്കാനാണ് പ്രധാന ദൂതന്റെ ശബ്ദം മുഴങ്ങുന്നത്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഗംഭീരനാദം, ദൈവത്തിന്റെ കാഹളമാണ്.
ആ കാഹളനാദത്തിലാണ് ഭൂമി ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിക്കുന്നത്. മൂന്ന്, കർത്താവിൻ്റെ ഗംഭീരനാദം, ഹല്ലേലൂയ. രണ്ട്, പ്രധാന ദൂതന്റെ ശബ്ദം. മൂന്ന്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ കാഹളം, ഹല്ലേലൂയ. അപ്പം പ്രധാന ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ അതുപോലെ തന്നെ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഭൂമി ജീവിക്കാൻ. അല്ലാതെ താൽക്കാലികമായി ഇവിടുത്തെ സുഖത്തിന് വേണ്ടി ജീവിക്കരുത്, ഹല്ലേലൂയ. അപ്പം വിശുദ്ധന്മാരുടെ രൂപാന്തരവും സഭയുടെ ഉൾപ്രാപണം എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നത്തിനെതിരെ കർത്താവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരണം. യേശു ക്രിസ്തുവായിട്ടൊരു അഭേദ്യമായ ബന്ധം എനിക്കും നിങ്ങൾക്കും പുലർത്തുവാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം നമുക്ക് സന്തോഷമായി കൊണ്ടുപോകാൻ കഴിയുള്ളൂ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ നാം, ഹല്ലേലൂയ, ഉദാസീനതയോടെ കാണാതെ ദൈവത്തിൻ്റെ വചനത്തിൽ വീണ്ടും മഹാത്മ്യം കൊടുക്കണം, ഹല്ലേലൂയ. വചനത്തിന് പേര് നമ്മൾ പ്രാധാന്യം കൊടുക്കുവാൻ, ഹല്ലേലൂയ, സ്തോത്രം. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയും, പാസ്റ്റർക്ക് അങ്ങനെ പറയാം. അങ്ങനെ നിങ്ങളെയൊക്കെ പോലൊക്കെ തന്നെയല്ലേ ഞാനും. നമ്മളെല്ലാം ഈ ഭൂമിയിലല്ലേ ജീവിക്കുന്നത്. നിങ്ങൾക്കുള്ള കഷ്ടതകൾ എനിക്കുണ്ട്, നിങ്ങൾക്കുള്ള നൊമ്പരങ്ങൾ എനിക്കുണ്ട്, നിങ്ങൾക്കുള്ള ദുഃഖങ്ങൾ എനിക്കുണ്ട്. എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. എല്ലാവരും ഈ ഭൂമിയിലാണ്. പക്ഷേ ഈ ദ്രവത്വമുള്ള ശരീരത്തിലാണ് ഞാൻ നീയും വാസിക്കുന്നതും തിരിച്ചറിഞ്ഞിട്ട് ഈ ദ്രവത്വമുള്ള ശരീരത്തെ മാറ്റി അദ്രവത്വമായതിനെ നീ പ്രാപിച്ചോണം. ഈ മർത്യമായ ശരീരം മരിച്ചു പോകുന്നതാണ്. ഈ മരിച്ചു പോകുന്ന ശരീരത്തെ മാറ്റി അമർത്യമായത്, മരണമില്ലാത്തത്, ഹല്ലേലൂയ. ഭൂമിയിൽ നിന്റെ ജഡം മാത്രമേ അവശേഷിക്കൂ, നിന്റെ ഉള്ളിലെ ആത്മാവ് മരിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഭൂമിയിലെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാതെ നീ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ മനസ്സിലാക്കി ജീവിക്കണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ആകയാൽ നിങ്ങൾ കർത്താവിന് കീഴടങ്ങണം, രക്തം ചെയ്യും, ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കർത്താവിനോടാണ് ചേർന്ന് വസിക്കേണ്ടത്, ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ അതാണ് ഇവിടെ കാണുന്നത്, സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ വചനം വായിക്കുമ്പോൾ കാണുന്ന സ്തോത്രം, ഹല്ലേലൂയ, നാം ക്രിസ്തുവിന്റെ മരിച്ചവർ ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൽ ഉയർക്കും, മരിച്ച ക്രിസ്തുവിൽ ഉയർക്കും, മറ്റൊരു രൂപാന്തരം പ്രാപിക്കും, ഹല്ലേലൂയ. മരിച്ചവർ തേജസ്കരിക്കപ്പെട്ട് ഉയർക്കുന്നതോടൊപ്പം ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടുമെന്ന് ഫിലിപ്പി ലേഖനം 3:20-21 വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഫിലിപ്പി ലേഖനം 3:21 എന്തിനാണ് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്, ഹല്ലേലൂയ. 3:21, ഹല്ലേലൂയ, സ്തോത്രം. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നമ്മുടെ ശരീരം എന്താണ്? താഴ്ചയുള്ള ശരീരമാണ്. ഈ താഴ്ചയുള്ള ശരീരത്തെ കർത്താവിൻ്റെ കാഹളം മുഴങ്ങുമ്പോൾ ഈ താഴ്ചയുള്ള ശരീരത്തെ കർത്താവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് നമ്മെ രൂപാന്തരപ്പെടുത്തും, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ താഴ്ചയുള്ള ശരീരത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവിൻ്റെ കാഹളം കേൾക്കുവാനുള്ള ആ ആത്മീയമായ ആ ജ്ഞാനമാണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് പറയുന്നത്. രക്തം ചെയ്യും. ഇവിടെയല്ല നമ്മുടെ ജീവിതം. ഇവിടെ നമ്മൾ അന്യരും പരദേശികളുമാണ്. ഇവിടുത്തെ ജീവിതം താൽക്കാലികമാണ്. അത് ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ട് പോകേണ്ടതാണെന്നാൽ പ്രശ്നങ്ങളില്ലാത്ത, സങ്കീർണതകളില്ലാത്ത, രോഗങ്ങളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, കണ്ണുനീരില്ലാത്ത, വേദനയില്ലാത്ത, ഈ ലോകത്തിലെ നിന്നയില്ലാത്ത, അപമാനങ്ങളില്ലാത്ത, പരിഹാസമില്ലാത്ത ഒരു നല്ല ജീവിതം കർത്താവ് എനിക്ക് നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അത് നിത്യമായി സ്വർഗത്തിലാണ്. കോടാനുകൂടി ദൂതന്മാരും കെരൂബുകളും സറാഫുകളും വിശുദ്ധന്മാരും അടങ്ങുന്ന ആ സ്വർഗരാജ്യത്തിൽ യുഗായും കോടി കോടി യുഗങ്ങൾ നമ്മുടെ കർത്താവിനോട് കൂടെ വാഴണമെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ദ്രവത്വമുള്ള ശരീരത്തെ നീ രൂപാന്തരപ്പെടുത്തണം. അപ്പോൾ അതിന് നമ്മൾ രൂപാന്തരപ്പെടണമെന്നാണ് വചനം പറയുന്നത്. രക്തം ചെയ്യും, ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം എഴുതുക, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ മുൻനിയമിച്ചിരിക്കുന്നുവെന്ന് നമ്മൾ ഈ റോമാലേഖനമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, ഹല്ലേലൂയ. റോമാലേഖനത്തില് അത് നമുക്ക് കാണാൻ കഴിയും, ഹല്ലേലൂയ. ആ റോമാലേഖനത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം, സ്തോത്രം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, റോമാലേഖനം, ഹല്ലേലൂയ, സ്തോത്രം, 8-ാം അധ്യായം 29-ാമത്തെ വാക്യം ഞാൻ വായിച്ചത്, അല്ലേ? അപ്പൊ റോമാലേഖനം 8-ാം അധ്യായം 29-ാം വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്തോത്രം, അവന്റെ ഹല്ലേലൂയ, സ്തോത്രം, അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു എന്നുള്ള വചനം പറയുക.
രക്തം ചെയ്യും എന്ന് പറഞ്ഞാൽ അനേക അലിയ സഹോദരന്മാരിൽ ആദ്യജാതൻ, അനേക സഹോദരന്മാർ ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യജാതൻ എന്ന് പ്രയോഗിച്ചിരിക്കുന്ന ആദ്യം ജനിച്ചവൻ എന്ന അർത്ഥത്തിലല്ല. അല്ലേരിയ ഒരു മാതാവിനോട് പിതാവിനോട് നിങ്ങളുടെ ആദ്യജാതൻ, അവരെ ആദ്യജാതനെ കുറിച്ച് എൻ്റെ മൂത്ത മകൻ അവൻ ആദ്യജാതനാ, അല്ലേരിയ അല്ലെ അവളുടെ ആദ്യത്തെ എനിക്ക് ആദ്യം ഉണ്ടായ മകളാണ് എന്നൊക്കെയാണ് ആദ്യജാതൻ. ഈ അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ. എന്നുള്ള ഇവിടെ ആദ്യജാതൻ എന്ന് അമ്മ പ്രയോഗിച്ചിരിക്കുന്നത് ആദ്യം ജനിച്ചു എന്ന അർത്ഥത്തിലല്ല, എല്ലാറ്റിൻ്റെയും ആരംഭമായവൻ എന്ന അർത്ഥത്തിലാണ്. എല്ലാത്തിൻ്റെയും ആരംഭമായവൻ എന്നുള്ള അർത്ഥത്തിലാണ്. മരിച്ചവരിൽ ആദിജാതൻ കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. മരിച്ചവരിൽ ആദിജാതന് ഉയർത്തെഴുന്നേറ്റവനുമായിരിക്കുന്ന സ്വർഗാരോഹണം ചെയ്തതുമായിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വരുമ്പോൾ ഹല്ലേലൂയ ഈ ഭൂമിയിൽ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുഭവപ്പെടുത്തി നാം രൂപാന്തരം പ്രാപിച്ച് നിത്യത്തിൽ എത്തണമെങ്കിൽ ഹല്ലേലൂയ നാം എന്ത് ചെയ്യണം? രൂപാന്തരപ്പെടണം. അനുദിന ജീവിതത്തിൽ രക്തം ചെയ്യണം. നമുക്ക് ഈ വചനമൊക്കെ എന്ന് പറയുന്നത് അതായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. ഈ ലോകത്തിലെ ഒന്നിന് നീ പ്രാധാന്യം കൊടുക്കരുത്. ലോകത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് യേശുവിനാ. ഈ ലോകത്തിൽ പ്രാധാന്യം കൊടുക്കുന്നപ്പോൾ ഒന്നാമത്തെ പ്രാധാന്യം യേശു ക്രിസ്തുവിന് വചനത്തിൽ, രണ്ടാമത്തെ നിന്റെ കുടുംബ ജീവിതത്തിനാണ് കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ കുടുംബ ജീവിതത്തിൽ രണ്ടാമത്തെ പ്രാധാന്യം ഭർത്താവ് ഭാര്യ തമ്മിൽ ജീവിത പ്രാധാന്യം, മക്കൾ, അപ്പനും അമ്മയും അടങ്ങുന്ന കുടുംബം, ദൈവം, അതാണ് നമ്മളെ അതിന് വേണം പ്രാധാന്യം കൊടുക്കാൻ. അല്ലാതെ ഈ ലോകത്തിൽ ദ്രവത്വമുള്ളതിന് ഒന്നിന് നീ പ്രാധാന്യം കൊടുക്കരുത്. ഹല്ലേലൂയ. നമുക്ക് യേശുവിനോട് കൂടെ ജീവിക്കണം. ഞാൻ ചോദിക്കട്ടെ, കർത്താവാൻ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവെങ്കിൽ കാഹളം ധ്വനിക്കുമ്പോൾ മരിച്ച വിശുദ്ധന്മാരൊക്കെ ഉയർത്തെഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ അതിന് ശേഷം നീ രൂപാന്തരം പ്രാപിക്കും, നീ നിത്യതയിൽ ഉണ്ടാകുമോ? സ്വർഗരാജ്യത്തിൽ ഉണ്ടാകുമോ? ഹല്ലേലൂയ. പൊട്ടത്തിലും കളിവാക്കം ചീത്തത്തരമൊക്കെ പറഞ്ഞ് ഈ ലോകത്തെ കണ്ട് ജീവിച്ചാൽ നമ്മൾ നിത്യതയിലെത്തത്തില്ല. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ജീവിച്ചിട്ട് നിത്യതയിലെത്താതെ നിത്യ നരകത്തിൽ ചെന്നാലത്തെ സ്ഥിതി ഒന്ന് ഓർത്ത് നോക്കുകയും, അവിടെ കെടാത്ത തീയും ചാകാത്ത പുഴുവല്ലേ, അവിടെ കോടാനുകൂടി ദുഷ്ടന്മാർ വാസം ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് സ്വസ്ഥതയില്ല, കണ്ണുനീര് മാത്രമാണ്, കരച്ചിലും പല്ലുകടിയുമാണ്. ഹല്ലേലൂയ. കെടാത്ത തീയും ചാകാത്ത പുഴുവ് തേള് കുത്തും പോലെ കുത്തുന്ന വേദനയായിരിക്കും ഇവിടെ അനുഭവിച്ചതിൻ്റെ എത്രയോ കോടി മടങ്ങ് കഷ്ടതയാണ് നരകത്തിൽ അനുഭവിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നരക ജീവിതം വേണ്ട, സ്വർഗജീവിതം മതി. ഹല്ലേലൂയ. സ്വർഗത്തിൽ നമ്മുടെ കർത്താവിനോട് കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിടിയില്ലാത്ത, അല്ലലുകളില്ലാത്ത, ഈ സൂര്യനും ചന്ദ്രനും ഒന്നുമില്ലാത്ത, ഈ കാണുന്ന ഭൂമിയുടെ ഒന്നുമില്ലാത്ത, ഇവിടുത്തെ സൗദങ്ങളില്ലാത്ത, ഇവിടുത്തെ ആഡംബരങ്ങളില്ലാത്ത, ഇവിടുത്തെ പരിഹാസങ്ങളും നിന്ദകളും അപമാനങ്ങളും ഒന്നുമില്ലാത്ത ആ സ്വർഗരാജ്യത്തിൽ നമ്മുടെ കർത്താവിനോട് കൂടി നമുക്ക് ജീവിക്കണം. രക്തം ചെയ്യും. അതിന് നിങ്ങൾ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുക. ഞാൻ അതിനു വേണ്ടി ഓരോ ദിവസം എന്നെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഞാൻ എല്ലാ ദിവസവും എന്നെ രൂപാന്തരപ്പെടുത്തി. ഞാൻ എല്ലാ ദിവസവും കർത്താവേ എന്നെ രാവിലെ പുതിയതാക്കിയെടുക്കണം. പ്രഭാതത്തിൽ ഞാൻ വെളുപ്പിന് 3 മണിക്ക് പ്രാർത്ഥന ആരംഭിക്കും. ഈ 3 മണിക്ക് പ്രാർത്ഥന ആരംഭിച്ചിട്ടാണ് ഈ 5:15 മണിക്ക് മെസ്സേജിൽ വരുന്നത്. അതിനോടൊക്കെ ഞാൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനേകർക്കും മെസ്സേജുകൾ അയക്കുന്നുണ്ട്. എല്ലാം ഞാൻ ചെയ്തിട്ട് ഞാൻ ദൈവത്തോട് പറയും, 3 മണിക്ക് കർത്താവ് എന്നെ ഇന്ന് രാവിലെ രൂപാന്തരപ്പെടുത്തണം. അല്ലേ, ഈ ദ്രവത്വമുള്ള ശരീരത്തെ അദ്രവത്വമുള്ള ശരീരത്തോട് എന്നെ രൂപാന്തരപ്പെടുത്തി കർത്താവ് ഇന്നത്തെ ശുശ്രൂഷകൾ മുഴുവൻ നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ശുശ്രൂഷ ആരംഭിക്കുക. അതെനിക്ക് വലിയ സന്തോഷമാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കിയാട്ട് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കും പറഞ്ഞ കർത്താവ് ഈ ദ്രവത്വമുള്ള ശരീരം, ഈ ബലഹീനമായ ശരീരം, ഈ താഴ്ചയുള്ള ശരീരത്തെ അങ്ങയുടെ മഹത്വമുള്ള ശരീരത്തെ അനുഭവപ്പെടുത്തുവാൻ ദ്രവത്വമായതിനെ രൂപാന്തരപ്പെടുത്തി ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് യാത്ര ചെയ്യുവാൻ എന്നെ ശക്തീകരിക്കണം, എന്നെ ബലപ്പെടുത്തണം എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ഹല്ലേലൂയ, നിങ്ങളറിയാത്തൊരു ശക്തി നിങ്ങളുടെ മേൽ വരും. നിങ്ങളറിയാത്ത ദൈവ സാന്നിധ്യത്തിൻ്റെ മേൽ വരും. നീ ചെയ്യുന്ന വഴിയിൽ, നീ ചെയ്യുന്ന ജോലികൾ, നീ പോകുന്ന വഴിയിലെല്ലാം അത് ശ്രേഷ്ഠമായി മാറും. ഹല്ലേലൂയ. അപ്പം നമ്മൾ കർത്താവിനെ കൂടെ നിർത്തി വേണം എല്ലാം ചെയ്യാൻ. രക്തം ചെയ്യാം. യേശുവില്ലാത്ത ജീവിതം എന്താ?
നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഇല്ലാത്ത ജീവിതം എന്താ? നരകമാണെന്നേ. ഹല്ലേലൂയ. കർത്താവ് ഇല്ലാത്ത ജീവിതം നരകമാണ്. ഞാനത് പറയുന്നത് ഞാൻ എൻ്റെ 36 വയസ്സിൽ 56 വയസ്സിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതൊക്കെ ഈ 36 വർഷം യേശുവില്ലാത്ത ജീവിതമായിരുന്നു. നരകമായിരുന്നു എൻ്റെ ജീവിതം. ഹല്ലേലൂയ. ആ നരകയാതനയെ അനുഭവിച്ച് പ്രത്യാശയില്ലാതെ പ്രതീക്ഷയില്ലാത്ത നരകത്തിന് വേണ്ടി വിധിക്കപ്പെട്ട് പിശാചിന്റെ എൻ്റെ മേൽ അവകാശം പറഞ്ഞ് എൻ്റെ ആത്മാവിനെ തട്ടിയെടുക്കുവാൻ അവൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും വിട്ടുകൊടുക്കാതെ 86 വയസ്സിൽ യേശുവിനെ കണ്ടപ്പോൾ, യേശുവിനെ അറിഞ്ഞപ്പോൾ, യേശുവിനെ ഹൃദയത്തോട് സ്വീകരിച്ചപ്പോൾ ഈ ദ്രവത്വമുള്ള ശരീരത്തെ അദ്രവത്വമുള്ള ശരീരമാക്കി രൂപാന്തരപ്പെടുത്തി, ഈ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തെ അനുരൂപപ്പെടുത്തിക്കൊണ്ട് ഓരോ ദിവസം രൂപാന്തരപ്പെടുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. നിങ്ങളും അതേ അനുഭവത്തിലേക്ക് വരണം കേട്ടോ. രക്തം ചെയ്യും. പ്രൈസലോ. ഇവിടെ നമുക്കെല്ലാം ഈ എല്ലാവർക്കും ഇന്നത്തെ സമ്പത്തിനെ കുറിച്ച്, നന്മയെക്കുറിച്ച്, അനുഗ്രഹത്തെക്കുറിച്ച് ഒക്കെ കേൾക്കുന്ന ദൂതുകളാണ് എല്ലാവർക്കും ഇഷ്ടം. അത് നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ നീ രൂപാന്തരപ്പെടുന്ന ദൂത് കേൾക്കണം. ഹല്ലേലൂയ. ഗൾഫിന് പോകുന്നതോ അമേരിക്കയ്ക്ക് പോകുന്നതോ അവിടെ പഠിക്കുന്നതോ ജീവിക്കുന്നതോ അവിടെ വീട് വെച്ച് താമസിക്കുന്നതോ കാർ വാങ്ങുന്നതോ മക്കളുടെ ഇതൊക്കെ ചിന്തിക്കുന്നതൊക്കെ നല്ലതാണ്. നീ ദൂതുകളൊക്കെ കേൾക്കുന്നതല്ല, പക്ഷേ നീ രൂപാന്തരപ്പെടുന്ന ദൂതായിരിക്കണം നീ കേട്ടുകൊണ്ടിരിക്കേണ്ടത്. ദേവത്വമുള്ള ശരീരത്തെ രൂപാന്തരപ്പെടുന്ന ദൂതുകൾ പ്രാപിച്ചുകൊണ്ട് നീ ഏത് സമയത്ത് രൂപാന്തരപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് നീ ചിന്തിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഈ ഭൂമിയിലെ കഷ്ടതകൾ ദൈവം നിന്നെ ഉയർത്തുവാൻ തുടങ്ങും. ഹല്ലേലൂയ. അതായിരിക്കട്ടെ നമ്മുടെ ജീവിതം കേട്ടോ. രക്തം ചെയ്യും. അതുകൊണ്ട് പൗലോസ് പറഞ്ഞതുപോലെ ഹല്ലേലൂയ നമുക്ക് ചിന്തിക്കാൻ കഴിയണം. അപ്പൊ ഇവിടെ ഹല്ലേലൂയ മരിച്ചവരുടെ ആദ്യജാതി എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ആദ്യം ഹല്ലേലൂയ സ്തോത്രം ആരംഭമായവൻ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് എല്ലാറ്റിൻ്റെയും കാരണഭൂതൻ എന്നാണ് ഇവിടെ ആദിജാതൻ എന്ന് പ്രയോഗിച്ചതിനെ കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. സകല സൃഷ്ടിക്കും കാരണഭൂതൻ എന്നാണ് അല്ലെങ്കിൽ എഫേസ്യ ലേഖനം 2:10 നമ്മൾ വായിക്കുന്നത്. അപ്പൊ കർത്താവിനെ കുറിച്ച് പറയുന്നത് ഇനി ഒരിക്കൽ സ്തോത്രം ഹല്ലേലൂയ കർത്താവിനെ കുറിച്ച് ഇനി മരിക്കാൻ കഴിയാതെ വണ്ണം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ആദിജാതൻ. കർത്താവിനെ കുറിച്ച് പറയുന്നത് ഇനിയും മരിക്കാൻ കഴിയാത്തവണ്ണം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ആദിജാതനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് മരണമില്ലാത്തവനായിരിക്കുന്ന യേശുവിനോടൊപ്പം ഹല്ലേലൂയ പാതാളത്തിൻ്റെയും പാതാളത്തിൻ്റെയും അല്ലെങ്കിൽ നരകത്തിൻ്റെയും താക്കോൽ ഹല്ലേലൂയ നമ്മുടെ കർത്താവുമായിട്ട് എത്ര ബന്ധത്തിലാണ്. മരണത്തിൻ്റെയും പാതാളം താക്കോൽ ഉള്ളവൻ യേശു കർത്താവ്, അവനുമായിട്ടായിരിക്കണം നമ്മുടെ ജീവിത വാസം മുഴുവൻ. അതുകൊണ്ട് പൗലോസ് പറയുകയാണ് ഹല്ലേലൂയ സ്തോത്രം. പൗലോസ് പറയും ഒരു വ്യക്തി ഹല്ലേലൂയ നമ്മെ നോക്കി നമ്മുടെ മേലുള്ള കുറവുകൾ കണ്ടുപിടിച്ച്, കുറ്റങ്ങൾ കണ്ടുപിടിച്ച് നമ്മെ ആക്ഷേപിക്കുമ്പോൾ, അധിക്ഷേപിക്കുമ്പോൾ, നമ്മെ നിന്ദിക്കുമ്പോൾ അതിന് നീ മറുപടി പറയാൻ നിൽക്കാതെ ഹല്ലേലൂയ നിന്റെ താഴ്ചയുള്ള ശരീരത്തെ നീ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ആ വ്യക്തിയുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. പലരും നിനക്ക് നേരെ പല ചോദ്യചിഹ്നങ്ങളുമായി വന്നേക്കാം. പലരും നിന്നെ നോക്കി പുച്ഛിച്ചേക്കാം, തള്ളിക്കളഞ്ഞേക്കാം, വിടക്കെന്ന് പറഞ്ഞേക്കാം. അതൊന്നും ഓർത്ത് നിരാശപ്പെട്ടു പോകരുത്. അവൻ എന്നോടത് പറഞ്ഞല്ലോ, അവൾ എന്നോടത് പറഞ്ഞല്ലോ, അമ്മായി മരുമോൾ എന്നോട് പറഞ്ഞല്ലോ, അച്ഛൻ എന്നോട് അമ്മയത് പറഞ്ഞല്ലോ, ബന്ധുക്കൾ എന്നോട് പറഞ്ഞല്ലോ, ഞാൻ പ്രതീക്ഷിച്ചതല്ല, ഞാൻ നിന്നിരുന്ന പ്രതീക്ഷിച്ചതല്ല എന്നൊന്നും പറഞ്ഞ് നമ്മുടെ മനസ്സിനെ വ്രണപ്പെടുത്തരുത്, വേദനിപ്പിക്കരുത്. അവരെന്തും പറയട്ടെ, ലോകം നിന്നെക്കുറിച്ച് എന്തും പറയട്ടെ. ഹല്ലേലൂയ. അവിടെയല്ല നമ്മുടെ ചിന്ത. നമുക്ക് ദൈവത്തെക്കുറിച്ചാണ്. ലോകം പലതും പറയുന്നേ, പലതും പറയും, പലതും പ്രചരിപ്പിക്കും. ഇതൊക്കെ ലോകക്കാരുടെ രീതിയാ. അതിലേക്കാകരുതിൻ്റെ ചിന്തകൾ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് യേശു വരാൻ സമയമായി നിന്റെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തെ രൂപാന്തരപ്പെടുത്തി നീ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവാണ് നമ്മുടെ ജീവിതം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ വചനം പറയുന്നത് സ്തോത്രം എന്നാൽ യഥാർത്ഥത്തിൽ ക്രിസ്തു വരുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ സ്വരൂപത്തിൽ മാറും.
എന്നാകുന്നു വേദപുസ്തകം പറയുന്നത്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നത് കൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നുവെന്ന് 1 യോഹന്നാന്റെ ലേഖനം 3-2 വായിക്കുമ്പോൾ, ക്രിസ്തു വരുമ്പോൾ നമ്മുടെ കുറവുകളെല്ലാം അവന്റെ തേജസ്സിന്റെ ധനത്തിനൊത്തോണം മഹനീയമായി രൂപാന്തരപ്പെടും. നമ്മുടെ കർത്താവ് വരുമ്പോൾ നമ്മുടെ കുറവുകളും ബലഹീനതകളും എല്ലാം മാറി നമ്മുടെ താഴ്ചയുള്ള ശരീരം, രോഗമുള്ള ശരീരം, കഷ്ടതയുള്ള ശരീരം, നിന്ദകളുള്ള ശരീരം, ബലഹീനമായ ശരീരമെല്ലാം മാറി നമ്മുടെ കർത്താവിനോടുകൂടി മഹനീയമായി നാം രൂപാന്തരപ്പെടും. ശരിയാ. ഇപ്പൊ നമുക്ക് ജഗത്തിൽ കഷ്ടമുണ്ട്, പക്ഷെ നമ്മുടെ കർത്താവിൻ്റെ അവരോട് നമ്മുടെ കഷ്ടം മുഴുവൻ മാറും. അല്ലേരിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിതരെ, നമുക്ക് കർത്താവിനോട് കൂടെ ജീവിപ്പാൻ കഴിയുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവിനോട് കൂടെ ജീവിക്കുന്നുള്ള ഭാഗ്യം ഈ ലോകത്തിൽ വേറെ ഒന്നുമില്ല കേട്ടോ. രക്തജയം. പൗലോസ് ഇപ്രകാരം എഴുതുന്നു, മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ വലിയ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ് പ്രാപിച്ച് അതേ രൂപാന്തരപ്പെടുന്നു എന്ന് നമ്മുടെ പൗലോസ് പറയുക. അല്ലേലിയ. ഈ വചനമൊക്കെ നമുക്ക് തരുമ്പോൾ നമ്മൾ അതിനകത്ത് എത്രമാത്രം വചനത്തെ ഉൾക്കൊള്ളുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അല്ലേലിയ. അപ്പം പൗലോസ് പറഞ്ഞ വാക്യം ഞാൻ പറയുക. സ്തോത്രം. അല്ലേലിയ. 2 കൊരിന്ത്യർ ലേഖനം 3:18 വായിച്ചത്. എന്നോട് വായിക്കുക. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അല്ലേലിയ. ഇവിടെ നമ്മൾ പഴയ നിയമ വിശുദ്ധനായിരിക്കുന്ന മോശയെക്കുറിച്ച് ചിന്തിക്കണം. കാരണം മോശയുടെ മുഖത്തേജസ് മങ്ങിക്കൊണ്ടിരുന്നു. അത് മൂടുപടത്താൽ മറയ്ക്കപ്പെട്ടിരുന്നു. ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരുടെ ഹൃദയത്തിന്മേൽ ആ മൂടുപടം ഇന്നും കിടക്കുക. ലഡിയ. ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരുടെ മേൽ ഇന്നും മോശയുടെ മുഖത്ത് മൂടുപടം ഉണ്ടായിരുന്ന പോലെ തന്നെ ആ മൂടുപടം കിടക്കുക. ആ മൂടുപടം മങ്ങിയതാ. അല്ലേലൂയ. സ്തോത്രം. അത് മൂടുപടം മങ്ങിയതാണ്. അല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം. അല്ലേലൂയ. അന്ന് പൗലോസ് പറയാണ്, തൻ്റെ ബന്ധുജനങ്ങളെ ഓർത്ത് താൻ ഒരുപക്ഷെ ദുഃഖിതനായിരിക്കും മോശ. അല്ലേലൂയ. പൗലോസും അതുപോലെ തന്നെ ദുഃഖിതനായിരിക്കും. അല്ലേലൂയ. പൗലോസ് നിൽക്കുക, ന്യായപ്രമാണത്തിന് കീഴിൽ കിടക്കുന്ന എൻ്റെ സഹോദരങ്ങളിലെ മോശയുടെ മുഖത്തെ മൂടുപടം അണിഞ്ഞവരാണ്. ആ മൂടുപടമൊക്കെ മങ്ങുന്നതാണെന്ന് പൗലോസും ചിന്തിക്കുക. ഹല്ലേലൂയ. എന്നിട്ട് പൗലോസ് പറയണ, കുരുവൻ കർത്താവിലേക്ക് തിരിയുമ്പോൾ അവൻ്റെ മൂടുപടം നീങ്ങിപ്പോകുന്നു. ഹല്ലേലൂയ. നാം കർത്താവിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ മൂടുപടം നീങ്ങിപ്പോകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ തേജസ് കാണുവാനുള്ള സ്വാതന്ത്ര്യം ഒരു ഇസ്രായേലിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ കർത്താവിന്റെ തേജസ് കാണുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കാണ് ലഭ്യമായത്. കർത്താവിന്റെ തേജസ് കാണുമ്പോൾ പഴയ നിയമം ഇസ്രായേലിൽ കഴിഞ്ഞില്ല. എന്നാൽ പുതിയ നിയമ ഇസ്രായേലായിരിക്കുന്ന പുതിയ നിയമസഭയ്ക്ക് കർത്താവിൻ്റെ മുഖത്തെ തേജസ് കാണുവാൻ നമുക്ക് കഴിഞ്ഞു. ന്യായപ്രമാണമാകുന്ന ആ മൂടുപടം ദൈവം നീക്കിക്കളഞ്ഞിട്ട് നമ്മെ ദൈവം വേർതിരിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ, എന്നാൽ കർത്താവിൻ്റെ തേജസ് കാണുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. മാത്രമല്ല, അവൻ ഇനി ഒരു നാൾ ആ കർത്താവിൻ്റെ കർത്താവിൻ്റെ മുഖത്തെ മുഖാമുഖം കാണുകയും ഹല്ലേലൂയ ചെയ്യും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, തേജസ്സിന്റെ ശുശ്രൂഷ ഒരുവൻ നിത്യജീവനെ കൊണ്ടുവരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് മൂടുപടം അടിഞ്ഞ മൂടുപടം വിട്ടിരിക്കുന്ന ന്യായപ്രമാണത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടിട്ട് പുതിയ നിയമസഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന ആ വചനത്തെ ആസ്പദമാക്കി നീ ജീവിക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. വായിച്ച ബന്ധത്തിലേക്ക് വരട്ടെ. എന്താണ് സ്തോത്രം? ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്രകൊള്ളുകയിൽ അന്ത്യകാഹളനാദത്തിൽ പെട്ടെന്ന് കണ്ണിവയ്ക്കുന്നു. നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധരിക്കും. മരിച്ചൊരു അക്ഷരമായി ഉയർക്കുകയും രൂപാന്തരപ്പെടുകയും ചെയ്യും. കണ്ണുകൾ അടച്ചാട്ട് ഇന്ന് വകയിൽ ലോകത്തിന് വേണ്ടി ജീവിക്കാതെ നിന്റെ ദ്രവത്വമുള്ള ശരീരത്തെ അദ്രവത്വമുള്ള ശരീരമാക്കി ഈ മർത്യമായി അമർത്യമുള്ളതാക്കി മാറ്റി ലോകത്തിന്റെ മാലിന്യം വിട്ടുകൂടി കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഇന്ന് വകയിൽ ഏൽപ്പിച്ചുകൊണ്ട് നിന്റെ കഷ്ടതകളും പ്രയാസങ്ങളും എല്ലാം മാറി ദൈവം നിന്നെ ഉയർത്തുവാൻ ആഗ്രഹിക്കുക. കണ്ണുകൾ അടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വരീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ ഭാരത ലോക രാജ്യങ്ങൾ 800 കോടി ജനം ജാതി മത വർഗവർണ്ണ വ്യത്യാസങ്ങളിൽ കൊട്ടാരത്തിൽ വരെ പാർക്കും സകല രാജ്യരാഷ്ട്രത്തിനും എല്ലാ അധികമായ വർഗങ്ങളെയും എല്ലാ എല്ലാ ജനത്തെയും ഓർത്ത് പ്രാർത്ഥിച്ച സൂര്യൻ ബാല്യം കോമാരി യുവനത്തിൽ വർണ്ണരാനും വിടുത്തരും അശ്വന്റെ യാച റോഫ്ന ചോട്ടൻ യുവ തടവറയിലായിരിക്കുന്ന
മദ്യത്തിന് മയക്കും മനസ്സിലേക്ക് അടിപ്പെട്ട് ന്യായപ്രമാണത്തിന്റെ മൂടുപടമണിഞ്ഞ അന്നപ്പോലത്തെ ആളുകൾ കർത്താവ് നിത്യത എന്തെന്നറിയാതെ ഈ ലോകത്തിന്റെ ഇമ്പങ്ങൾ ഇഷ്ടങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവിന് ജനം മടങ്ങി വരട്ടെ. തീവ്രവാദികൾ, ഭീകരവർഗീയവാദികൾ, സുവിശേഷ വിരോധികൾ, മാനസാന്തര അധികാരത്തിന് വേണ്ടി കടിപിടി കൂട്ടുന്ന വലിയൊരു സമൂഹം ഈ ദിവസങ്ങളിൽ നിത്യ നരകത്തിന് അധീനരായി മാറുമ്പോൾ അതൊരു വലിയ കൂട്ടം ജനത്തെ ദൈവം വേർതിരിച്ച് ദൈവരാജ്യത്തിന്റെ മർമ്മ ജ്ഞാനം ഗ്രഹിപ്പാൻ ഇവർക്ക് കൃപ കൊടുക്കണമേ. ജനം മടങ്ങി വരട്ടെ, പാപം വിട്ട് മടങ്ങി വരട്ടെ, ശാപം വിട്ട് മടങ്ങി വരട്ടെ. ഈ ലോകത്തിന്റെ പ്രൗഢ ഗംഭീരമായ ജീവിതമല്ല ഏറ്റവും വലുത്, ക്രിസ്തുവിലുള്ള ജീവിതമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സകലജനവും മാനസാന്തരപ്പെട്ട് മടങ്ങിവരാൻ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ്, കേരളത്തിൽ, ഭാരതത്തിൽ, ലോകരാജ്യങ്ങളെല്ലാവരെയും ദൈവമക്കൾ, ദൈവദാസന്മാർ, കഷ്ടം സഹിക്കുന്ന ക്രൈസ്തവ സമൂഹത്തെ എല്ലാം ഞങ്ങൾ ഓർക്കുന്ന കർത്താവെ, എല്ലാവരും ദൈവശക്തിയിരിക്കും ബലപ്പെടുന്ന ചെയ്യണമേ. ഈ താഴ്ചയുള്ള ശരീരം നമ്മുടെ മുഖത്തുള്ള ശരീരത്തിൽ രൂപാന്തരപ്പെട്ട് ഓരോ ദിവസം ജീവിപ്പാൻ ഈ ജനത്തെ ഒരുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.